ഒരു സഹായം ആരെയിൽ നിന്നും ഞങ്ങൾക്കില്ല. വളരെ ബുദ്ധിമുട്ട് ഞങ്ങൾ ജീവിക്കുന്നു. മാതൃഭൂമി ന്യൂസ് തുറന്നു കാട്ടിയ 2 ഗൗരവ വിഷയങ്ങളിൽ നിയമസഭയിൽ സർക്കാരിന് ഉത്തരം പറയേണ്ടി വന്നു. ക്ഷേമ പെൻഷൻ ലഭിക്കാത്തവരുടെ ദുരിത ജീവിതം, സർക്കാർ ആശുപത്രിയിൽ മരുന്ന് കിട്ടാത്ത പാവങ്ങളുടെ അവസ്ഥ എന്നിവയായിരുന്നു അത്. മൊത്തം 7 ഐറ്റം കൊണ്ടുണ്ട്. 7 8 ഐറ്റം ഉണ്ട്. ഒന്നും കിട്ടിയില്ല, ഒരു ഗുളിയില്ലെന്ന്. ആത്മഹത്യ ചെയ്ത ജോസഫിന്റെ വിഷയത്തിലൂടെ അടിയന്തര പ്രമേയമായിട്ടാണ് ക്ഷേമ പെൻഷൻ മുടങ്ങിയത് പ്രതിപക്ഷം ഉന്നയിച്ചത്. ആത്മഹത്യയ്ക്ക് ഉത്തരവാദി സർക്കാരെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ സംഗീതം ഒഴുകുന്ന തൊഴുത്തില് 40 ലക്ഷത്തിന് പണിഞ്ഞിട്ട് അതിന്റെ മുമ്പിലെ ചാണകക്കുഴിക്ക് 3,72,000 ഈ നാട്ടിലെ പാവപ്പെട്ടവന് അവന്റെ സാമൂഹ്യ പെൻഷൻ കൊടുക്കാൻ തയ്യാറായിരുന്നില്ല സാർ. ക്ഷേമ പെൻഷൻ കിട്ടാത്തതുകൊണ്ടല്ല ജോസഫ് ആത്മഹത്യ ചെയ്തതെന്ന ധനമന്ത്രിയുടെ മറുപടി. ജോസഫിന് സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിച്ചിരുന്നു. പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഞാൻ ആത്മഹത്യ ചെയ്ത സ്ഥലത്തിന് സമീപത്തു നിന്നും ലഭിച്ച ഗുളിക ഇടുന്ന കവറിന് പുറത്ത് എഴുതിയിരുന്ന കുറിപ്പിന്റെ ആധികാരികത സംബന്ധിച്ച് അന്വേഷണം പ്രത്യേകം നടന്നു വരുന്നുണ്ടെന്ന്. പെൻഷൻ മുടങ്ങാതിരിക്കാനും കൂട്ടാനും മനസ്സുണ്ടെങ്കിൽ കേന്ദ്രം കുടിശ്ശിക തരണം. ദൂരത്തിനും പണമുള്ള സർക്കാർ പെൻഷൻ കൊടുത്തേ മതിയാകുമെന്ന് പ്രതിപക്ഷ നേതാവ്. നിങ്ങളുടെ പ്രയോറിറ്റി ഈ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കൊടുക്കണമെന്നാണോ? അല്ലേ ഈ മഴക്കാലത്ത് തുലാവർഷക്കാലത്ത് തിരുവനന്തപുരത്ത് എത്ര കോടി രൂപ മുടക്കി പരിപാടി നടത്തുന്നതാണോ നിങ്ങളുടെ പ്രയോറിറ്റി? പിന്നാലെ സ്പീക്കറുടെ ഡയസിന് മുന്നിൽ പ്രതിഷേധം തുടങ്ങി. മരുന്നുക്ഷാമം ചോദ്യോത്തരവേളയിൽ പ്രതിപക്ഷം ഉന്നയിച്ചപ്പോൾ അടിസ്ഥാനരഹിതമെന്ന് ആരോപിച്ചെങ്കിലും ആരോഗ്യമന്ത്രിയുടെ മറുപടി വസ്തുതയെന്ന് സമ്മതിക്കുന്നതാണ്. എസൻഷ്യൽ ഡ്രഗ് ലിസ്റ്റിൽ ആവശ്യപ്പെട്ട ഇന്റന്റ് പ്രകാരം ആവശ്യപ്പെട്ട മരുന്ന് 100% ഒരു ആശുപത്രി ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 25% കൂടി അധികം നൽകും. അതിനുശേഷം KMCL കൊടുക്കാൻ കഴിയില്ല സാർ. മാനദണ്ഡ പ്രകാരം അതിന് കഴിയുകയില്ല. ക്ഷേമ പെൻഷൻ മുടങ്ങിയത് ചർച്ച ചെയ്യാത്തതിൽ അരമണിക്കൂറോളം മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ച പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.